ഉഴവൂർ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി എൻഡിഎ മത്സരരംഗത്ത് സജീവമായി. പുതിയ സാഹചര്യങ്ങളിൽ ബിജെപി ഉഴവൂർ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ വിജയിച്ച ബിജെപി 3 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ഇത്തവണ 14 സീറ്റുകളിലും വിജയം നേടുവാൻ ലക്ഷ്യമിട്ട് മത്സരരംഗത്ത് മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബിജെപി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ ഉഴവൂർ അനിൽ പറഞ്ഞു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് മികച്ച സ്വാധീനമുള്ള ഉഴവൂർ പഞ്ചായത്തിൽ 14 വാർഡിലും ശക്തമായ മത്സരരംഗത്തേക്ക് എൻഡിഎ കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 5 വാർഡിലെ സ്ഥാനാർത്ഥികൾ ഉഴവൂർ പഞ്ചായത്തിലെ സെക്രട്ടറി മുമ്പാകെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഉഴവൂർ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായിട്ട് മുൻകാലങ്ങളിൽ ഭരണരംഗത്തിൽ പങ്കാളിയായിട്ടുള്ള ബിജെപി അന്ന് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മെമ്പർമാർ ഈ പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള മികച്ച പ്രകടനവും ജനസമ്മതിയും കണക്കിലെടുത്ത് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. സംഘടനാപരമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ, കുടുംബശ്രീയിലൂടെയും അയൽക്കൂട്ടങ്ങളിലൂടെയും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള വനിതകൾ, ഈ സമൂഹത്തിൽ നിരന്തരമായി ഇടപെട്ട് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ മികച്ച ഒരു നേതൃത്വ നിരയാണ്, സ്ഥാനാർത്ഥി നിരയാണ് ഞങ്ങളിവിടെ അണിനിരത്തിയിരിക്കുന്നത്. ജില്ലയിലെ തന്നെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളായ 24-കാരിയായ അമിത മോൾ സജീം തിങ്കളാഴ്ച നോമിനേഷൻ സമർപ്പിച്ചു. മോനിപ്പള്ളി ടൗൺ 14-ാം വാർഡിലാണ് അമിത മോൾ മത്സരിക്കുന്നത്. ഉഴവൂരിൽ ഇത്തവണ വലിയ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്.